ആദൂന് എന്തെന്നില്ലാതെ ഇന്ന് കല്ലുമ്മക്കാക്ക കഴിക്കാൻ ഭയങ്കര കൊതി. അത് കേട്ടപാടെ ദേ അമ്മ ആദുവായിട്ട് പോകുന്നുണ്ട് കേട്ടോ കല്ലുമ്മക്കാക്ക എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെയാണ് കായൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനധികം ക്ഷാമമൊന്നുമില്ലേ. ചെളിയില്ലെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. പക്ഷേ അമ്മ പെട്ടുപോയി. അവിടെ നിറയെ ചെളിയായിരുന്നു. നമ്മുടെ കാലൊക്കെ നല്ല രീതിയിൽ പൊതയുന്നുണ്ട്. അങ്ങനെ ദേ വേറൊരു വഴി കൂടെ നമ്മൾ കല്ലുമ്മക്കാക്ക എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഇത് സന്ധ്യ നേരം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വേലിയിറക്കമായിരുന്നു. വെള്ളം അധികം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കല്ലുമ്മക്കാക്കയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുമായിരുന്നേ. ദേ നമ്മളെടുത്ത കല്ലുമ്മക്കാക്ക കേട്ടോ മരത്തോമല പൊക്കിക്കൊണ്ട് പോകുന്ന പോലെ അമ്മ കൊണ്ടുവന്നതേ. ദേ അത്യാവശ്യം അമ്മ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ അതുമായിട്ട് ദേ ഇനി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കണം. അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ദേ ആദു ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയും. പക്ഷേ ആദു ഇതെല്ലാം പ്രാക്ടീസാണ്. നമ്മൾ ഇടയ്ക്ക് ഇത് എടുക്കുന്നതായതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം. ഇത് പുഴുങ്ങി അത്യാവശ്യം ചൂടൊന്ന് തണുത്തപ്പോഴത്തേനും നമ്മളത് പിറക്കാൻ തുടങ്ങിയേ. ആദ്യം അധികം സ്പൈസി ഫുഡൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് റോസ്റ്റോ ഫ്രൈയോ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് പുഴുങ്ങി അവൻ കൊടുക്കുകയാണ്. കായലിൽ നിന്ന് എടുത്തതുകൊണ്ട് തന്നെ ഇതിന് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ സോൾട്ടൊന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് വന്നിട്ടുള്ള മീറ്റായിരുന്നു കേട്ടോ. പിന്നെ ചെറുതും ഉണ്ട്, അത്യാവശ്യം നല്ല വലുതും ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരിൽ അവൻ കാണാതെ ഞാനും ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല.